ബാംഗ്ലൂരിൽ മലയാളി വിദ്യാർത്ഥികളെ ആചാര്യ കോളേജിൽ മാത്രം നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഹക്കീമിനോട് ഞാൻ ലാസ്റ്റ് സമയം സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഹക്കീം, ഡോക്ടർ ഡ്രേക്ക്, ഹനാൻ ഷാ, ആന്റണി പെപ്പെ. ഈ ഹക്കീമും അനന്തു ചേട്ടനും, അതായത് ഡോക്ടർ ഡ്രേക്ക് ആൻഡ് എന്റെ കേസറ്റ്, ഇവര് പരസ്പരം തല്ലുപിടിക്കും, വഴക്കാവും, ഇതുപോലെ എന്തെങ്കിലും കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിലിടും. വീണ്ടും അവരൊന്നിക്കും, അതൊക്കെ കളയും, വീണ്ടും അടക്കും, വീണ്ടും ഇതുപോലെ എന്തെങ്കിലും കൊണ്ടുവരും. പക്ഷെ ഇപ്രാവശ്യം എവിടെയോ കിടക്കുന്ന ഹനാൻ ഷാനെ കൂടെ ഇവർ ഇതിന്റെ അകത്ത് വലിച്ചിട്ടിട്ടുണ്ട്. എന്റെ കാസറ്റ് അഥവാ അബ്ദുൽ ഹക്കീം. ബാംഗ്ലൂരിൽ മലയാളി വിദ്യാർത്ഥികളെ ആചാര്യ കോളേജിൽ മാത്രം നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഹക്കീമിനോട് ഞാൻ ലാസ്റ്റ് സമയം സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഇത് പേഴ്സണൽ പ്രശ്നങ്ങളല്ല ഹക്കീമെ, ഇത് ഹക്കീം ചെയ്ത കോണ്ടന്റുകളാണ് പ്രശ്നം. ആദ്യത്തെ കോണ്ടന്റ് ബാംഗ്ലൂരിലെ RR കോളേജും ആചാര്യ കോളേജിനെയും ചുറ്റി സംബന്ധിച്ച് ഡ്രഗിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹക്കീം ചെയ്ത കോണ്ടന്റ്. ബാംഗ്ലൂർ RR കോളേജ്, സപ്തഗിരി കോളേജ്, ആചാര്യ കോളേജ്, ഈ 3 കോളേജിന്റെ ഇടയിലായിട്ട് ഹക്കീം ചെയ്ത കോണ്ടന്റ്, ഹക്കീമിന് ഡീറ്റെയിൽസ് കൊടുത്തത് ഇവർ രണ്ടാൾക്കാർ. ഇവർക്ക് വേണ്ടിയിട്ടാണ് ഹക്കീം കോണ്ടന്റ് ചെയ്യുന്നത്. ബാംഗ്ലൂരിൽ വൻ മയക്കുമരുന്ന് വേട്ട, 10 കോടി രൂപയുടെ ലഹരി മരുന്നുമായി 2 മലയാളി പിടിയിലായി. അശ്വിൻ, മുബീന എന്നിവരാണ് പിടിയിലായത്. ഡിപ്പാർട്ട്മെന്റ് ഒന്നുകിൽ 10 കോടി മുതൽ ഡ്രഗ്സ് പത്തിയാടി കോടിക്കണക്കിനുള്ള പ്രശ്നങ്ങളായിരുന്നു. അത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിലെ നിലവിൽ ഡ്രഗും കാര്യങ്ങളും എല്ലാം ഡീൽ ചെയ്യുന്നത് ഈ കുറച്ച് ആൾക്കാരായിരുന്നു. ഈ കുറച്ച് ആൾക്കാരെ കുറിച്ച് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല ഹക്കീം, കാരണം ഇത് ഹക്കീമിനെ കുറ്റരാണ്. അടുത്തത് കാസർഗോഡുള്ള കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞ കുട്ടി, തിരുവനന്തപുരത്ത് ലക്ഷ്യം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ. ഈ കോണ്ടന്റ് ഹക്കീം ചെയ്ത കോണ്ടന്റ്. ഇതിനകത്ത് 2 മണിക്കൂർ കൊണ്ട് കേരളത്തിൽ ഒരു ലുക്കൌട്ട് നോട്ടീസ് ഇറങ്ങുകയും അതുപോലെ തന്നെ ഒരു കോർട്ട് ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തു. 2 മണിക്കൂർ കൊണ്ട് കൃഷ്ണപ്രിയക്കെതിരെ ട്രിവാൻഡ്രം കമ്മീഷണർ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. അധികം കൃഷ്ണപ്രിയ ആ കോർട്ട് ഓർഡർ ഞാൻ ഇവിടെ കാണിക്കാം. ഇങ്ങനെ ഒരു കോർട്ട് ഓർഡർ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അതായത് ഫാബ്രിക്കേറ്റിംഗ് എവിഡൻസ് ഇൻ ദ ടോക്ക് ഓഫ് ഫാബ്രിക്കേഷൻ. ഇത് ഹക്കീം ചെയ്ത വേറൊരു കോണ്ടന്റ് ആണ്. കേരളത്തിൽ 16 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മറഞ്ഞു നടന്നത് സെക്സ് റാക്കറ്റും വിസർജനമാണ്. ഇതിനകത്ത് ഈ പറയുന്ന വ്യക്തിയുടെ പേരിൽ പരാതിപ്പെട്ടു എന്ന് പറയുന്ന കേൾപ്പിക്കുന്ന ഒരു പെണ്ണിന്റെ ഓഡിയോ. അത് അങ്ങനെ ഒരു പെണ്ണില്ല. ഹക്കീം അല്ലെങ്കിൽ അതെനിക്ക് പ്രൂവ് ചെയ്ത് കാണിക്കണം. അങ്ങനെ ഒരു പെണ്ണുണ്ട്, ആ പെണ്ണിന്റെ യഥാർത്ഥ വോയിസ് ഉണ്ട്. ഇതേപോലെ തന്നെ ഇവർ സംസാരിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ പറ്റത്തില്ല. കാരണം എന്താന്ന് പറയട്ടെ, അത് ഹക്കീമിന്റെ വോയിസ് തന്നെ ഹക്കീം പെണ്ണുങ്ങളെ പോലെ ആക്കിയതാണ്. അങ്ങനെ ഒരു പെണ്ണില്ല, അല്ലെങ്കിൽ ആ വോയിസ് ഹക്കീമിന്റെ തന്നെയാണ് എന്ന് അനന്തു ചേട്ടൻ വന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും തെളിവ് കാണും. അതല്ലെങ്കിൽ ഇവര് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഹക്കീം തന്നെ അനന്തുന്റെ അടുത്ത് പറഞ്ഞ കാര്യമായിരിക്കണം. അല്ലെങ്കിൽ തെളിവുണ്ടെങ്കിൽ ഈ ചേട്ടൻ അത് തെളിവ് പുറത്ത് വിടട്ടെ. തെളിവ് പുറത്ത് വിട്ടിട്ടില്ല. ഞാൻ ഹക്കീമിനെ സപ്പോർട്ട് ചെയ്യുന്നതാണെന്ന് വിചാരിക്കരുത് കേട്ടല്ലോ. പുറകെയായിട്ട് ഒരു ഇൻഫ്ലുവൻസർ കുട്ടി അവരുടെ വിഷമത്തിന് ഇരുന്ന് സംസാരിച്ച ഒരു കാര്യം അതും എടുത്തൊന്ന് കോൺടാക്ട് ചെയ്തു. ആ പെണ്ണിന്റെ കൺസെന്റ് പോലും ഇല്ലാതെ ആ പെണ്ണ് അവസാനം കരഞ്ഞ് കാല് പിടിച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിച്ചു. അവസാനം ഞാനാണ് ആ പെൺകുട്ടീനെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്തിട്ട് ഇവരുടെ ഈ കാര്യം പറഞ്ഞത്. എന്നിട്ടും യാതൊരു കാര്യം ഹക്കീം ചെയ്തില്ല. കാരണം കോണ്ടന്റ് ആണല്ലോ അവിടെ പ്രയോറിറ്റി. കോണ്ടന്റ് ഇത് ഹക്കീമിന്റെ ചാനലിൽ വന്ന ഒരു കാര്യം കുറെ ന്യൂസിൽ, അതായത് റിയാക്ഷൻ ചാനൽ ചെയ്യുന്ന ആൾക്കാർ ചെയ്ത് കണ്ടിട്ട് ഒരു വിഷയം എനിക്ക് തോന്നുന്നു ഞാനും കൂടെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹക്കീം ഈ ചെയ്തത്, അതായത് ഈ പെൺകുട്ടി ഏതോ ഒരു ന്യൂസ് ചാനലിൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടിയായിരുന്നു. അവിടെ ആ കുട്ടി ഫേസ് ചെയ്ത ചില കാര്യങ്ങള് ആ കുട്ടി ഹക്കീമിനെ വിശ്വസിച്ചിട്ട് ഹക്കീമിന്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ ഹക്കീമിന് അത് വെറും ഒരു കോണ്ടന്റ് ആയിരുന്നു. ആ പെൺകുട്ടിയുടെ സമ്മതം പോലും ഇല്ലാതെ ഹക്കീം അതെടുത്തിട്ട് പബ്ലിഷ് ചെയ്തു. ഹക്കീമിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആര് എന്ത് പറയുന്നു എന്നൊന്നും നോക്കത്തില്ല. അതിൽ സത്യമുണ്ടോ കള്ളമുണ്ടോ അതൊന്നും ഹക്കീമിന്റെ വിഷയമല്ല. പക്ഷേ റീച്ച് പോകുന്ന കോണ്ടന്റ് ആണോ ഹക്കീം അത് പബ്ലിഷ് ചെയ്തിരിക്കും. റീച്ചിന് വേണ്ടിയിട്ട്, കുറച്ച് ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഇതേപോലെ എവിഡൻസ് ഫാബ്രിക്കേറ്റ് ചെയ്യുകയും സ്വന്തം വോയിസ് എടുത്തിട്ട് പെണ്ണുങ്ങളുടെ വോയിസ് ആക്കുകയും ഒക്കെ ചെയ്യാതിരുന്നിട്ട് വി ആർ റെസ്പോൺസിബിൾ ക്രിയേറ്റർ ഓൺ ദിസ് പ്ലാറ്റ്ഫോം. ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണ്. പേഴ്സണലി അറ്റാക്ക് ചെയ്തിട്ടില്ല. ഐ എം ഓൺലി ടോക്കിംഗ് അബൌട്ട് കോണ്ടന്റ് ഹിയർ. ഇത് പ്രൂവ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ പാർട്ട് 2 ഞാൻ തരാം ഹക്കീമെ. സ്നേഹം വരട്ടെ, സ്നേഹം മാത്രം വരട്ടെ. ഈ പറഞ്ഞ പാർട്ട് 2-ലാണ് ഹനാൻ ഷാ എന്ന് പറയുന്ന മൂന്നാമതൊരാളും കാട്ടാളൻ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസറൊക്കെ വന്ന് പെട്ടേക്കുന്നത്. ഈ പെപ്പെ, ആന്റണി പെപ്പയുടെ ഏതോ ഒരു പെണ്ണ് കേസില് ഇടനിലക്കാരനായിട്ട് ഹനാൻ ഷാ നിന്നു 25 ലക്ഷം രൂപ ഹനാൻ ഷായുടെ ഇടപാടില് എന്റെ കേസറ്റ് മുക്കി. ഇതാണ് സംഭവം. Meet Hanan Shah, Abdul Hakim and Sharif Mohammed. This video is not a defamation. This video talks about serious allegations such as blackmailing, extortion and hawala money transfers. ആന്റണി വർഗീസ് പെപ്പയുടെ കാട്ടാളൻ എന്ന് പറയുന്ന മൂവി സിനിമ ഷൂട്ടിംഗ് സമയത്താണ് എന്റെ കാസറ്റിന്റെ അടുത്ത് ഒരു പെൺകുട്ടി വന്നിട്ട് ആന്റണി വർഗീസ് പെപ്പേനെ കുറിച്ച് കുറച്ച് പേഴ്സണൽ ബുദ്ധിമുട്ടുകൾ പറയുന്നത്. ഈ പേഴ്സണൽ ബുദ്ധിമുട്ട് പറയാൻ വന്ന പെൺകുട്ടിയുടെ അടുത്ത് അബ്ദുൽ ഹക്കീം പറയുന്നു ഇതൊരു FIR കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു FIR കൊടുക്കാനുള്ള ഡ്രാഫ്റ്റ് ആ പെൺകുട്ടിയുടെ അടുത്ത് കൊടുക്കുകയും ആ പെൺകുട്ടിനെ കൊണ്ട് ഒരു ഇമെയിൽ അയക്കുകയും ചെയ്യുന്നു.
അതിനുശേഷം ആ ഇമെയിലും ആ പെൺകുട്ടിയുടെ പരാതിയും വെച്ചിട്ട് ഹക്കീം ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇടുന്നു ആന്റണി വർഗീസ് പെപ്പേനെ കുറിച്ചിട്ട്. എന്നിട്ട് ഈ ഇട്ടിരിക്കുന്ന സ്റ്റോറീസും ഇതിന്റെ പേരിൽ കൊടുത്തിട്ടുള്ള കേസുകളും റിമൂവ് ചെയ്യുകയും ഇനി പെപ്പെ എന്ന് പറയുന്ന വ്യക്തിയോട് ഇങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആ പെൺകുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തിട്ട് 25 ലക്ഷം രൂപയാണ് എന്റെ കാസറ്റ് അഥവാ അബ്ദുൽ ഹക്കീം മേടിച്ചിരിക്കുന്നത്. ഹക്കീം പറയുന്ന പോലെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ പെപ്പയും പിന്നെ ആൾക്കാരോടൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്ന മെസ്സേജ് ഹക്കീം അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് മലയാളത്തിൽ എഴുതി തരണം, ഇതേപോലെ വോയിസ് അയക്കണം, ഞാൻ അതേപോലെ തന്നെ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവത്തില്ല, ഞാനും എന്താ വിചാരിക്കുന്ന പൈസ വാങ്ങിക്കത്തില്ല, നമ്മൾ അങ്ങനെ മൈൻഡിൽ പോലും പോകുന്നില്ല ഇങ്ങനെ ഒരു സംഭവം. ഈ ഹക്കീം വന്ന സാധനം അതേപോലെ വായിച്ചു കൊടുക്കുന്നതിനകത്തൊരു അൾട്ടീരിയർ മോട്ടീവും താങ്കൾക്ക് തോന്നിയില്ലേ? ഇല്ല, എനിക്കൊന്നും തോന്നിയില്ല. കാരണം ഞാൻ ഇവനെ വിശ്വസിച്ചിട്ടുണ്ട്. കാരണം ഇവൻ എനിക്ക് മുന്നേ അറിയാറുണ്ട്. ഇവൻ അങ്ങനെ പൈസ വാങ്ങും, ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ വാങ്ങുമെന്ന് എനിക്കൊരു എന്റെ മൈൻഡിൽ പോലും പോകുന്നില്ല. ഇത് തന്നെയാണ് ഹക്കീമിന്റെ അടുത്ത് പോകുന്ന അധികം ആൾക്കാർക്കും പറ്റുന്നത്. ഹക്കീമിനെ വിശ്വസിച്ചിട്ട് ഇവര് ചില കാര്യങ്ങൾ ചെന്ന് പറയും, അത് റീച്ച് പോകുന്ന കോണ്ടന്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഹക്കീം അതെടുത്ത് പോസ്റ്റ് ചെയ്യും. അത് ഇനിയിപ്പം ആളുടെ കൺസെന്റ് പോലും ഇല്ലെങ്കിൽ ശരി, ഹക്കീം അത് പോസ്റ്റ് ചെയ്യും. കാരണം ഹക്കീമിന് അത് കോണ്ടന്റ് ആണ്, റീച്ച് പോകുന്ന കാര്യമാണ്, കുറച്ച് സബ് കയറും. അബ്ദുൽ ഹക്കീമിന്റെ കൂട്ടുകാരനായിട്ടുള്ള ഹനാൻ ഷാ ഈ പൈസ പോയിരിക്കുന്നത് ഈ പറയുന്ന ഹനാൻ ഷായുടെ കൂട്ടുകാരനായിട്ടുള്ള സവാദിന്റെ അക്കൗണ്ടിലേക്ക്. ഹനാൻ ഷാന്റെ ഫണ്ടല്ലേ സവാദ്? ഒന്ന് പോയിരിക്കുന്നത് 7.5 ലക്ഷം, വീണ്ടും പോയിരിക്കുന്നത് 7.5 ലക്ഷം, അങ്ങനെ 15 ലക്ഷം, പിന്നെ 10 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തു, ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്തു. ഈ പറയുന്ന സവാദിന്റെ കയ്യിൽ ക്യാഷ് ആയിട്ടും കൂടെ കൊടുത്തു. ഈ പോയിരിക്കുന്ന പൈസകളെല്ലാം വൈറ്റ് ആണ്. അതായത് ആന്റണി പെപ്പയുടെ അടുത്ത് നിന്ന് 25 ലക്ഷം രൂപ പോയിരിക്കുന്ന വൈറ്റ് മണിയാണ്. പക്ഷെ ഈ പൈസ പിന്നെ എങ്ങോട്ടൊക്കെയോ പോയി. ഇത് ദുബായിലോട്ട് പോയി കുറച്ച് ഫണ്ട്, അത് പോയിരിക്കുന്നത് ഹവാല വഴി. ഇതൊക്കെ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ സത്യങ്ങൾ മാത്രം പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ. സത്യം മാത്രം പറയുന്ന ഒരാളാണ് ഡോക്ടർ ഡ്രേക്ക് എന്ന് പറയുന്ന അനന്തച്ചേട്ടൻ. അതുകൊണ്ട് നമുക്കിത് വിശ്വസിക്കാം, വേറെ കുഴപ്പമൊന്നും കാണത്തില്ല, അല്ലയോ? കാണത്തില്ല എന്ന് വിശ്വസിക്കാം. ഇവിടെ ഹനാൻഷ പൈസ മേടിച്ചതിന്റെ തെളിവോ അല്ലെങ്കിൽ ഹനാൻഷയുടെ അക്കൗണ്ടിൽ പൈസ പോയതിന്റെ തെളിവോ ഇല്ല. ഹനാൻഷയുടെ ഏതോ ഒരു ഫ്രണ്ടിന്റെ അക്കൗണ്ടിലോട്ട് പൈസ പോയി. ഇത് സ്റ്റോറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാട്ടാളന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടിയുടെ ഈ ഒരു അലിഗേഷൻ ആന്റണി പെപ്പയ്ക്കെതിരെ വരുന്നത്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരാളുടെ പേരിൽ ഇങ്ങനെ ഒരു അലിഗേഷൻ വരുമ്പോൾ സിനിമയുടെ കാര്യത്തിൽ പോലും ഇവർക്ക് ഒരു ഡൗട്ട് തോന്നിയ സമയത്ത് ഇവര് ഹക്കീമിനെ വിളിക്കുന്നു, പക്ഷെ ഇവൻ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെയാണ് ഹനാൻഷയും ഹക്കീമും ഫ്രണ്ട്സ് ആണെന്നുള്ള കാര്യം അറിയുന്നതും ഹനാൻഷയുടെ അടുത്ത് ഇവരുടെ അടുത്തൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതും. ഹനാൻഷയുടെ സ്വഭാവം വെച്ചിട്ട്, കാരണം പ്രൊഡ്യൂസർ ഇങ്ങനെ പറയുന്നു, സിനിമയുടെ കാര്യം കൺഫ്യൂഷൻ, ഇത് ഓടോ എന്നുള്ള ടെൻഷൻ എല്ലാം കൂടെ കണ്ടപ്പോ ഹനാൻഷ അത് ഏറ്റെടുത്തിട്ട് ഹനാൻഷ ഹക്കീമിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. 5 ലക്ഷം രൂപയിൽ തുടങ്ങിയ ബാർഗെയിനിങ് 25 ലക്ഷം രൂപയിൽ എത്തി നിൽക്കുന്നത് എങ്ങാണ്ട് ഹനാൻഷയ്ക്ക് അറിയത്തില്ല. ഹനാൻഷ ഇത് ഈ 5 ലക്ഷത്തിൽ എങ്ങാണ്ട് നിൽക്കുക. ഈ പൈസ എത്തിക്കേണ്ട സ്ഥലത്തുള്ള ആരെയോ ഒരാളെ വേണം എന്ന് പറഞ്ഞപ്പം ഹനാൻഷ വഴിയാണ് ഈ സവാദ് വരുന്നത്. അങ്ങനെയാണ് ആ അക്കൗണ്ടിലോട്ട് പൈസ പോകുന്നതും. ഇവിടെ എവിടെയും അനന്തചേട്ടൻ പറയുന്നില്ല ഹനാൻഷയുടെ അക്കൗണ്ടിലോട്ടാണ് പൈസ പോകുന്നത്, ഹനാൻഷയാണ് മേടിച്ചത് എന്നുള്ളത്. ഇടനിലക്കാരൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോഴേ പലരും ഹനാൻഷനെ എവിടെന്നെങ്കിലൊക്കെ ഒരു കുറ്റം കിട്ടാൻ വേണ്ടി കാത്തിരുന്ന ആൾക്കാര് ഇപ്പോഴേ ഹനാൻഷനെ എന്താ പറയാ ട്രോളാനും നെഗറ്റീവ് ഉണ്ടാക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇതിന് വേറൊരു സൈഡും കൂടെ ഉണ്ട്. അതായത് ഹനാൻഷയുടെ സൈഡ് എന്താണെന്ന് അല്ലെങ്കിൽ ഹനാൻഷ പറഞ്ഞിട്ടില്ല, ആരും അത് കേട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു സായിച്ചേട്ടൻ ഹനാൻഷയുടെ സൈഡ് എന്താണോ അത് കേട്ടിട്ടുണ്ട്. അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് സാധനം കിട്ടും. അങ്ങനെ ഒരു വിഷയം വന്നതുകൊണ്ട് എന്തായാലും ഹനാൻഷ വീഡിയോ ആയിട്ട് വരികയും ചെയ്യും. അതങ്ങൂടെ അറിഞ്ഞിട്ട് പോരെ ഈ കുരിശി കയറ്റുന്നത്. ഒരു ഭാഗം മാത്രം കേട്ടിട്ട് ഹനാൻഷനെ കൊണ്ടുപോയി കുരിശി കയറ്റുക. ഞാൻ സപ്പോർട്ട് പറഞ്ഞതല്ല കേട്ടോ. ഒരു സൈഡ് നമ്മളെ കേട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മറുവശം കൂടെ നമ്മളെ കേൾക്കണമല്ലോ, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എന്തായാലും ഞാൻ പറയുവാണെങ്കിൽ ഹനാൻഷ ഈ ഒരു കാര്യത്തിൽ കേസിന് പോവുക. അപ്പോ മൊത്തത്തിൽ ഒരു അന്വേഷണം വരും, എല്ലാത്തിനെയും അകത്ത് പോവും. എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും പിടിക്കപ്പെടും. അപ്പൊ ഹനാൻഷ ഒരു കേസ് കൊടുക്കുക, പ്രശ്നം അവിടെ തീർന്നു. മിക്കവാറും ഇതൊരു യൂണിവേഴ്സ് ആയിട്ട് മാറി ഓരോ ദിവസം ഓരോരോ വീഡിയോ ആയിട്ട് വരും. ഇപ്പൊ ഡ്രേക്ക് ഇത്രയും ചെയ്ത സ്ഥിതിക്ക് നാളെ ഹക്കീം ഡ്രേക്കിനെ എക്സ്പോസിംഗ് എന്ന് പറഞ്ഞിട്ട് വരും. എന്തായാലും വരാതൊന്നിരിക്കത്തില്ല. പകരത്തിന് പകരം ഇപ്പൊ എല്ലാരും ചെയ്യുന്നതാണല്ലോ, പകരത്തിന് പകരം ചെയ്യുക. അപ്പൊ നടക്കട്ടെ. ഇനി ഹനാൻഷയുടെ ഭാഗവും ഹക്കീമിന്റെ ഭാഗവും വരുമ്പോ നമുക്ക് വീണ്ടും കാണാം. ശരി എന്നാ.